ചൈനയിൽ നിന്ന് വന്ന ആ ബോയിങ് വിമാനത്തിൽ വന്നതെന്താണ്? അതായിരുന്നോ ഇറാനെ ഇപ്പോൾ തിരിച്ചടിക്ക് നൽകുന്ന ശക്തമായ ആയുധം? ഒപ്പം റഷ്യയുടെയൊക്കെ മാനസികമായ പിന്തുണയല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ഇറാന് ലഭിക്കുന്നുണ്ടോ? മാത്രമല്ല, ഇറാനിൽ ബാക്കി എല്ലാ രാജ്യങ്ങളിലെയും പോലെ കടന്നു കയറി അധിനിവേശം നടത്തി അവിടെ തുടരാനാവുമോ? ഇത്തരം ചില ചോദ്യങ്ങൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. കാരണം ഇസ്രയേൽ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇത്തരമൊരു പ്രത്യാക്രമണം. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു, ഇസ്രയേലിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നു എന്ന്. ഇറാനിൽ നിന്ന് ഒഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഇറാൻ്റെ സംവിധാനങ്ങളും പിന്നെ അതുപോലെ തന്നെ ആ രാജ്യത്തിന് മേലുള്ള ഉപരോധവും അത്തരം കാര്യങ്ങളുമൊക്കെ അങ്ങനെയാണ്. എന്ന് മാത്രമല്ല, ഇറാനെ ആരും ലോക ചാമ്പ്യന്മാരായോ അവരുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന കരുതലോടെയോ ആരും കാണുന്നില്ല. എന്നാൽ ഇസ്രയേൽ അങ്ങനെയല്ല. എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, ഇസ്രയേൽ ഉണ്ടെങ്കിൽ എല്ലാമുണ്ട് എന്നൊക്കെ കരുതുന്ന ഒരു രാജ്യത്ത് നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത്രമേൽ ദുർബലമായോ ഇസ്രയേലിൻ്റെ പ്രതിരോധവും ഇറാൻ്റെ പ്രത്യാക്രമണം തകർക്കാനുള്ള ശേഷിയും എന്ന് ചിന്തിച്ചു പോയി. അപ്പോഴാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്, യുദ്ധമുടനെ ഉണ്ടാകുമെന്നൊരു പ്രതീതി ഇറാന് മേലുണ്ടായപ്പോൾ ആ സങ്കീർണതകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഏതാണ്ട് 3 ബോയിങ് 737 ബോയിങ് വിമാനത്തിൽ കുറേ സംഗതികൾ ചൈനയിൽ നിന്ന് വളരെ ദുരൂഹമായി ഇറാനിൽ എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. ആ ഇറാനിൽ എത്തിച്ചേർന്ന ആയുധങ്ങളിൽ എന്തെല്ലാം തരത്തിലുള്ള സംഗതികളുണ്ട് എന്നുള്ളത് ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലിനെയും ഒരുപോലെ കുഴയ്ക്കുന്ന പ്രധാനപ്പെട്ട സംഗതിയാണ്. ആ ആയുധങ്ങളിലൂടെ ചൈന സഹായിക്കുകയായിരുന്നു. ഇനിയും ചൈന അതുപോലെ തന്നെ സഹായിക്കുമോ? അത്തരമൊരു നിലപാട് സ്വീകരിച്ചാൽ അവിടെ അമേരിക്കയും ഇസ്രയേലും ഒരുപോലെ തന്നെ പ്രതിസന്ധിയിലാവും. അതുമാത്രമല്ല, റഷ്യയുടെ പിന്തുണ കേവല പിന്തുണ മാത്രമാണോ അതോ സൈനിക സഹായം ഉണ്ടാവുമോ? ഈ പറയുന്നത് പോലെ ഉക്രൈൻ യുദ്ധം നീണ്ടുപോകുമ്പോഴും ഒരാൾനാശമുണ്ടാകുന്ന യുദ്ധത്തിലേക്ക് പോകാതെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് അത് നീണ്ടുപോകുന്നതെന്നാണ് അന്താരാഷ്ട്ര യുദ്ധം വിശകലനം ചെയ്യുന്ന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകളും സംശയങ്ങളും ഒക്കെ ബാക്കിയാണ്. ഇറാൻ അതിൻ്റെ പരമോന്നത നേതാവ് തങ്ങളുടെ ചരിത്രം അറിയണം എന്നൊക്കെ ഉറക്കെ പറയുമ്പോൾ ആ ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേകതയുടെ അഭിമാനം കൂടിയാണ് അവർ സൂചിപ്പിക്കുന്നത്. സാധാരണ ഇറാഖിലൊക്കെ യുദ്ധം നടക്കുമ്പോൾ അവിടെ ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിന് വലിയ പ്രയാസമില്ല, ഷിയയും സുന്നിയുമൊക്കെ ഉണ്ട്. എന്നാൽ ഇറാനിൽ അങ്ങനല്ല, വളരെ മൃഗീയമായ ഷിയ വിഭാഗക്കാരാണുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലുമായുള്ള ആക്രമണത്തിലെ രക്തസാക്ഷിത്വം അത് അവരെ സംബന്ധിച്ച് അതിന് തയ്യാറാണെന്ന പ്രഖ്യാപനം ചരിത്രപരമായി നടത്തിപ്പോരുന്ന അതിഷ്ടപ്പെടുന്ന വലിയൊരു ജനവിഭാഗം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തെ അധിനിവേശങ്ങളുടെ ചരിത്രമെടുത്താൽ ഇറാന് മേൽ ആരെങ്കിലും കയറി ഭരണം നടത്തുന്ന ഒരു സ്ഥിതിവിശേഷം ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അമേരിക്കയ്ക്കും ഇസ്രയേലിനും പോലും ഒരുപക്ഷേ അകലെ നിന്ന് ആക്രമിച്ച് ഭരണമാറ്റമെന്നോ അത്തരം കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കാമെന്നല്ലാതെ അവിടെ കടന്നു കയറി ഈ പറയുന്ന സൈനികമായി പിടിച്ചെടുക്കാനോ ഒന്നും സാധ്യമാകില്ല. അത് തവിടുപൊടിയാകും എന്നുള്ളത് ചരിത്രം സാക്ഷിയാണെന്നുള്ളതുകൊണ്ടാണ് അതിൻ്റെ പരമോന്നത നേതാവ് അങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ ഇറാൻ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി ഈ മൊസദിൻ്റെ സഹായത്തോടുകൂടി ഇറാൻ്റെ IRGCയിൽ അടക്കമുള്ള മേഖലകളിൽ അവർ പേ ചെയ്യുന്ന ചാരന്മാരായ ആളുകൾ കടന്നു കയറിയിട്ടുണ്ട് എന്ന ഉറച്ച ബോധ്യമാണ്. ഇസ്മായിൽ ഹനിയ അടക്കമുള്ളവർ കൊല്ലപ്പെടുമ്പോൾ അത് ഗൗരവത്തോടെ ഇറാൻ കാണേണ്ടതായിരുന്നു എന്നതാണ് സത്യം. അതുകൊണ്ടാണ് ഈ പല സൈനിക മേധാവികളും തലവന്മാരും ഒക്കെ ഈ പറയുന്നത് പോലെ കൃത്യമായി ആരോ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ആക്രമിക്കപ്പെടുന്നതും കൊല്ലപ്പെടുന്നതുമൊക്കെ ഈ പറയുന്ന ക്യാമറ നിരീക്ഷണത്തിലോ മറ്റുള്ള കാര്യത്തിലോ ഒന്നുമല്ല, വിലക്കെടുക്കപ്പെട്ട ചാരന്മാരിലൂടെയാണ്. അതാണ് ഇറാൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായിത്തീരുന്നത്. പിന്നെ ആരോ ഒരാൾ വിദേശത്തിരുന്നുകൊണ്ട് രാജാവിൻ്റെ കൊച്ചുമകനെന്നോ മറ്റോ പറഞ്ഞ് ഇറാനിൽ ഭരണം നടത്താൻ തയ്യാറാണെന്നൊക്കെ പ്രഖ്യാപിക്കുന്നത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. യഥാർത്ഥത്തിൽ ലോകത്ത് ഈ പറയുന്ന ആരെ ചക്രവർത്തിമാരെ പുറത്താക്കിയിട്ടുണ്ടോ പിടിച്ചെടുത്തിട്ടുണ്ടോ അവരുടെ മുഴുവൻ വംശത്തെയും കൊന്നു തള്ളിയ ചരിത്രമാണുള്ളതെങ്കിൽ ഇറാൻ അങ്ങനെയല്ല. രാജഭരണത്തിൽ നിന്നും മോചിതമായപ്പോൾ അവരെ നാട് കടത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത്തരമൊരു ഔദാര്യത്തിൽ അകലെ ഇരുന്ന് മോഹവും മോഹഭംഗവും പങ്കുവെക്കുന്നു എന്നല്ലാതെ ഇറാനിൽ നേരിട്ടിറങ്ങി
ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാനാവില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. ഏതായാലും നിർണായകമാകുന്നത് ചൈനയുടെയും അതുപോലെ തന്നെ റഷ്യയുടെയും പിന്തുണയാണ്. റഷ്യ പിന്തുണച്ചാൽ റഷ്യയുടെ മച്ചമ്പിയായ നോർത്ത് കൊറിയയും ഒപ്പം നിൽക്കും എന്നത് സ്വാഭാവികം.